കേരളത്തിലെ തെരഞ്ഞെടുപ്പ് ചിത്രം പൂർണ്ണമാകുകയാണ്. കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടിക വൈകിട്ട് അല്പസമയത്തോടുകൂടി പ്രഖ്യാപിക്കും. വിവിധ തലങ്ങളിൽ ചർച്ച ചെയ്ത് അന്തിമ രൂപം കൈവന്ന സ്ഥാനാർത്ഥി പട്ടിക ന്യൂസ് 18 പുറത്തുവിടുകയാണ്. പൊളിറ്റിക്കൽ ഡെസ്കിൽ നിന്ന് ആർ കിരൺ ബാബുവും ഞങ്ങളുടെ തിരുവനന്തപുരം ലേഖകൻ ഡാൻ കുര്യനും സ്ഥാനാർത്ഥി പട്ടികയുടെ വിവരങ്ങളുമായി ചേരുന്നു. ആദ്യം കിരണിലേക്ക്. കിരൺ, എന്താണ് കോൺഗ്രസിന്റെ സസ്പെൻസ്? പാർവതി, കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക അന്തിമ രൂപമായിരിക്കുന്നു. ഇനി അത് ഒപ്പിട്ട് പുറത്തു വരിക എന്നുള്ള നടപടിക്രമം മാത്രമാണ് ബാക്കിയുള്ളത്. ഏറ്റവും വലിയ സസ്പെൻസ് എന്ന് പറയുന്നത് ഇന്ന് രാവിലെ മുതൽ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന വാർത്ത തന്നെയാണ്. ഷാഫി പറമ്പിൽ സ്ഥാനാർത്ഥിയാവുന്നു എന്നുള്ളതാണ്. കെ മുരളീധരൻ തൃശ്ശൂരേക്ക് വരുമ്പോൾ പകരം വടകരയിൽ സ്ഥാനാർത്ഥിയായി ഷാഫി പറമ്പിൽ വരുന്നു. കെ സുധാകരൻ കണ്ണൂരിൽ തന്നെ മത്സരിക്കുന്നു. അതോടൊപ്പം തന്നെ KC വേണുഗോപാൽ ആലപ്പുഴയിൽ മത്സരിക്കുന്നു. എല്ലാ സിറ്റിംഗ് എംപിമാരിൽ TN പ്രതാപൻ ഒഴികെയുള്ള മറ്റെല്ലാവരും മത്സരിക്കുന്നുണ്ട്. TN പ്രതാപൻ മാറിയതിന് പകരമാണ് സിറ്റിംഗ് MP കൂടിയായ കെ മുരളീധരൻ മത്സരരംഗത്തേക്ക് വരുന്നത്. കഴിഞ്ഞ തവണ സിറ്റിംഗ് എംപിമാരല്ലാതെ മത്സരിക്കുന്നത് 2 പേർ മാത്രമാണ്. ഒന്ന് KC വേണുഗോപാലാണ്. KC വേണുഗോപാൽ കഴിഞ്ഞ തവണ നഷ്ടപ്പെട്ട ആലപ്പുഴ തിരിച്ചുപിടിക്കാൻ വേണ്ടി അതിനു മുമ്പ് 2 തവണ ആലപ്പുഴയുടെ MP ആയിരുന്ന KC വേണുഗോപാൽ, സംഘടനാകാര്യ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ മത്സരിക്കുന്നു. വയനാട്ടിൽ രാഹുൽ ഗാന്ധി തന്നെയാണ് മത്സരിക്കുന്നത്. രാഹുൽ ഗാന്ധി വയനാട്ടിൽ നിന്ന് മാറി മറ്റ് കർണാടകയിലേക്കോ തെലങ്കാനയിലോ മത്സരിക്കാനുള്ള സാധ്യതകളൊക്കെ ആലോചിച്ചിരുന്നു. എന്നാൽ രാഹുൽ ഗാന്ധി ഔദ്യോഗികമായി പറഞ്ഞു വന്ന ഔദ്യോഗിക വിശദീകരണം ഇങ്ങനെയാണ്: രാഹുൽ ഗാന്ധിക്ക് വയനാട്ടിലെ ജനങ്ങളോട് പ്രത്യേകമായ താല്പര്യമുണ്ട്. കഴിഞ്ഞ തവണയടക്കം അവർ നൽകിയ സ്നേഹം കൊണ്ട് വീണ്ടും തന്നെ അയോഗ്യനാക്കിയ സമയത്തടക്കം ഏതെങ്കിലും തരത്തിൽ തനിക്കൊപ്പം നിന്ന ഒരു ജനതയാണ് അവിടെ തന്നെ വീണ്ടും മത്സരിക്കണമെന്നുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചു എന്നാണ് പറയുന്നത്. പക്ഷേ കോൺഗ്രസിനെ സംബന്ധിച്ച് നമുക്ക് ലഭ്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ കർണാടക അടക്കമുള്ള സ്ഥലങ്ങളിലൊക്കെ രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന കാര്യം വിശദമായി തന്നെ ആലോചിച്ചിരുന്നു. പക്ഷേ ഏറ്റവും സേഫായ ഒരു മണ്ഡലം എന്ന നിലയ്ക്ക് കൂടിയാണ് വയനാട് തന്നെ വീണ്ടും തെരഞ്ഞെടുക്കാൻ, വയനാട്ടിൽ തന്നെ ഫൈനലൈസ് ചെയ്യാൻ എന്തായാലും തീരുമാനിച്ചിരിക്കുന്നത്. രാഹുൽ ഗാന്ധിയുടെ തീരുമാനവും ഇന്നലെ രാത്രിയോടുകൂടി കേരളത്തിലെ നേതാക്കളെ അറിയിച്ചു എന്നാണ് അറിയുന്നത്. അതിനുശേഷമാണ് ഇത്തരം തീരുമാനങ്ങളൊക്കെ വന്നത്. പിന്നീട് ഒരു വലിയ സസ്പെൻസ് എന്ന് പറയുന്നത് തൃശ്ശൂരിൻ്റെ സ്ഥാനാർത്ഥി പട്ടികയാണ്. തൃശ്ശൂരിൽ TN പ്രതാപൻ മത്സരിക്കാൻ തീരുമാനിക്കുകയും TN പ്രതാപനോട് പ്രചരണം തുടങ്ങാൻ നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു. TN പ്രതാപൻ കർണാടക സ്മൃതി മണ്ഡപത്തിൽ പോയി പുഷ്പാർച്ചന നടത്തി ഇന്നലെ പ്രചരണവും ആരംഭിച്ചിരുന്നു. അതിനുശേഷമാണ് അങ്ങനെ ഒരു തീരുമാനം മാറ്റി തൃശ്ശൂരിലാണ് പത്മജയ്ക്കും കരുണാകരനും കെ മുരളീധരനുമെല്ലാം ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ള കെ കരുണാകരൻ്റെ സ്വാധീനമുള്ള തൃശ്ശൂരിൽ തന്നെ തൃശ്ശൂർ നിലനിർത്താൻ വേണ്ടി കെ മുരളീധരനെ പോലെ ഒരു നേതാവിനെ അവതരിപ്പിക്കുന്നു. പകരം വടകരയിലേക്ക് യുവനിരയിൽ നിന്നും ഏറ്റവും പ്രമുഖനായ ഒരു നേതാവ്, യുവാക്കളില്ല എന്നുള്ള ഒരു പരാതിക്ക് കൂടി പരിഹാരമായിക്കൊണ്ട് യുവനിരയിൽ നിന്നും ഷാഫി പറമ്പിലിനെ, നിലവിൽ സിറ്റിംഗ് MLA ആയിരിക്കുന്ന ഷാഫി പറമ്പിലിനെ, പാലക്കാട് MLA ആയിരുന്ന ഷാഫി പറമ്പിലിനെ, ത്രികോണ പോരാട്ടത്തിലൂടെ കഴിഞ്ഞ തവണ കോൺഗ്രസിൻ്റെ സീറ്റ് നിലനിർത്തിയ ഷാഫി പറമ്പിലിനെ വടകരയിൽ KK ശൈലജ എന്ന CPM-ൻ്റെയും LDF-ൻ്റെയും ഏറ്റവും കരുത്തയായ സ്ഥാനാർത്ഥിക്കെതിരെ അവതരിപ്പിക്കുന്നു. എന്തായാലും ലിസ്റ്റ് ഒരിക്കൽ കൂടി വായിക്കാം. തിരുവനന്തപുരത്ത് ശശി തരൂർ, ആറ്റിങ്ങൽ അടൂർ പ്രകാശ്, പത്തനംതിട്ട ആന്റണി, മാവേലിക്കര കൊടിക്കുന്നിൽ സുരേഷ്, ആലപ്പുഴ KC വേണുഗോപാൽ, ഇടുക്കി ഡീൻ കുര്യാക്കോസ്, എറണാകുളം ഹൈബി ഈഡൻ, ചാലക്കുടി ബെന്നി ബെഹനാൻ, തൃശൂർ കെ മുരളീധരൻ, ആലത്തൂർ രമ്യ ഹരിദാസ്, പാലക്കാട് VK ശ്രീകണ്ഠൻ, പൊന്നാനി കോഴിക്കോട് MK രാഘവൻ, വയനാട് രാഹുൽ ഗാന്ധി, വടകര ഷാഫി പറമ്പിൽ, കണ്ണൂർ കെ സുധാകരൻ, കാസർഗോഡ് രാജ്മോഹൻ ഉണ്ണിത്താൻ. എന്തായാലും എൻ്റെ കൂടെ ഡാൻ കുര്യൻ കൂടി ചേരുന്നുണ്ട്. ഡാൻ, ഈ പട്ടികയെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നു ഈ ചെറുപ്പക്കാരനായ ഷാഫി പറമ്പിൽ വന്നതോടുകൂടി ഈ പട്ടികയിൽ എല്ലാവരും സീനിയേഴ്സാണ്, അല്ലെങ്കിൽ സിറ്റിംഗ് MPമാരാണെന്ന് ഒരു ന്യായം പറയാൻ പോലും യുവാക്കൾക്ക് അവസരമില്ല എന്നുള്ളൊരു പെരുദോഷം കൂടി ഒഴിവാക്കാൻ, അല്ലെങ്കിൽ അത്തരമൊരു മുഖം കൂടി നൽകുകയാണോ ഷാഫി പറമ്പിലൂടെ? ഇവിടെ കിരൺ, നമ്മൾ എടുത്തു പറയേണ്ട കാര്യം, ഈ വടകരയിൽ എനിക്ക് തോന്നുന്നു വടകരയിൽ കെ മുരളീധരൻ തന്നെ മത്സരിച്ചിരുന്നെങ്കിലത്തെ സ്ഥിതി എന്താകുമായിരുന്നു? അതും ഈ ഘട്ടത്തിൽ വളരെ പ്രസക്തമായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം ഇന്നലെ ഉണ്ടായ ഈ സാഹചര്യങ്ങൾ, പത്മജ വേണുഗോപാൽ BJP-യിലേക്ക് ചേക്കേറുന്നു എന്ന തരത്തിലുള്ള അഭ്യൂഹങ്ങൾ അല്ലെങ്കിൽ വാർത്തകൾ പുറത്തു വന്ന് തുടങ്ങിയ സമയം മുതൽ കെ മുരളീധരനെ ബന്ധപ്പെട്ടുകൊണ്ട് വടകരയിൽ അത് കോൺഗ്രസിന് വലിയ തരത്തിൽ ക്ഷീണം ചെയ്യുമെന്ന വിലയിരുത്തൽ കോൺഗ്രസിനുള്ളിലും പുറത്തും അത്തരത്തിലുള്ള വിലയിരുത്തലുകൾ ഉണ്ടായി തുടങ്ങിയിരുന്നു. അതിന് പിന്നാലെയാണ് ഹൈക്കമാൻഡ് നേതൃത്വവുമായി കേരള നേതാക്കൾ വിശദമായ ചർച്ച നടത്തി ഇന്നലെ അർദ്ധരാത്രിയോടെ ഇത്തരമൊരു തീരുമാനത്തിലേക്ക് എത്തിച്ചേരുന്ന സാഹചര്യം ഉണ്ടായത്. അവിടെ പിന്നീട് 2 പേരുകളാണ് ഉയർന്നത്. അതിലൊന്ന് T സിദ്ദിഖിൻ്റേതായിരുന്നു, മറ്റൊന്ന് ഷാഫി പറമ്പിലിൻ്റേതായിരുന്നു. എന്തായാലും വ്യക്തിപരമായ അഭിപ്രായങ്ങൾ ഈ നേതാക്കളോടൊക്കെ ഹൈക്കമാൻഡ് നേതൃത്വം ആരാഞ്ഞിരുന്നു. പക്ഷേ ഷാഫി പറമ്പിൽ ആദ്യഘട്ടത്തിൽ അതിനോട് അത്ര അനുകൂലമായ ഒരു സമീപനമായിരുന്നില്ല സ്വീകരിച്ചത്. പിന്നീട് നിലവിലെ രാഷ്ട്രീയ സാഹചര്യം ഷാഫി പറമ്പിലിനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയതിന് ശേഷം തന്നെയാണ് ഷാഫി പറമ്പിൽ എന്ന പേരിലേക്ക് ദേശീയ കോൺഗ്രസ് നേതൃത്വം എത്തിച്ചേരുന്ന സാഹചര്യം ഉണ്ടായത്. അവിടെ ലക്ഷ്യം വെക്കുന്നത് 2 കാര്യമാണ്. ഒന്ന്, KK ശൈലജയെയാണ് നേരിടുന്നത്. അതുകൊണ്ട് തന്നെ മത്സരം കടുത്തതായിരിക്കും. സിറ്റിംഗ് കോൺഗ്രസിൻ്റെ മണ്ഡലമാണ് വടകര. പക്ഷേ ഇത്തവണത്തെ സാഹചര്യങ്ങൾ അങ്ങനെയല്ല. അത് കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട്
ഒരു യുവ സ്ഥാനാർത്ഥിയെ രംഗത്തിറക്കുന്നു എന്ന ഒരു സാധ്യതയ്ക്ക് അപ്പുറത്തേക്ക് സാമുദായിക സമവാക്യങ്ങൾ കൂടി ഉറപ്പുവരുത്തിക്കൊണ്ട് വടകരയിൽ ഏറ്റവും കൂടുതൽ രണ്ടാമത് ഉള്ള ഒരു മുസ്ലിം വോട്ടുകൾ, ആ വോട്ടുകൾ കൃത്യമായി കോൺഗ്രസിനൊപ്പം നിർത്തുക എന്നൊരു ലക്ഷ്യം കൂടി ഷാഫി പറമ്പിലിനെ മത്സരരംഗത്തേക്ക് ഇറക്കുന്നതിലൂടെ കോൺഗ്രസ് ലക്ഷ്യം വെക്കുന്നുണ്ട്. അത് എത്ര കണ്ട് ജയസാധ്യത വർദ്ധിപ്പിക്കും, അല്ലെങ്കിൽ ഷാഫിക്ക് അത് എത്ര കണ്ട് അനുകൂലമായി മാറുമെന്നൊക്കെ കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും. എന്തായാലും നിലവിൽ ഇത്തരം ഒരു നീക്കം നടത്തിയതിന് പിന്നിലെ പ്രധാനപ്പെട്ട കാരണം ഈ രണ്ടുമാണ് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കിരൺ, അത് തന്നെയാണ് ഡാൻ എനിക്ക് തോന്നുന്നത്. കോൺഗ്രസിനെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു വെല്ലുവിളിയായി നിന്നത് ആലപ്പുഴയിൽ കെ സി വേണുഗോപാൽ മത്സരിക്കണം എന്നൊക്കെ വന്നപ്പോൾ മത്സരിക്കാൻ അദ്ദേഹം താല്പര്യം അറിയിക്കുകയും അല്ലെങ്കിൽ ആലപ്പുഴ പിടിക്കാൻ വേണ്ടി കെ സി വേണുഗോപാലെ പോലെ ഒരാൾ വേണമെന്ന് കേരളത്തിലെ മറ്റ് നേതാക്കൾക്കുമൊക്കെ താല്പര്യം വന്നപ്പോഴും ഒക്കെ പ്രശ്നം, ഒരു മുസ്ലിം കാൻഡിഡേറ്റ് ഇല്ലാതെ എങ്ങനെയാണ് 16 അംഗ പട്ടിക ഇറക്കുമ്പോൾ അതിൽ ഒരു മുസ്ലിം കാൻഡിഡേറ്റ് പോലും ഇല്ലെങ്കിൽ സ്വാഭാവികമായും കേരളത്തിലെ സാമുദായിക സമവാക്യമൊക്കെ നോക്കി മത്സരിക്കുന്ന കോൺഗ്രസ് പരസ്യമായി സമ്മതിക്കുന്നതാണ്. മറ്റു പലരും എല്ലാവരും അത് നോക്കാറുണ്ടെങ്കിലും അത് പരസ്യമായി സമ്മതിക്കാറില്ല. പക്ഷേ കോൺഗ്രസിനെ സംബന്ധിച്ച് അങ്ങനെ ഒരു മുസ്ലിം കാൻഡിഡേറ്റിനെ മത്സരിപ്പിക്കേണ്ടതുണ്ടായിരുന്നു. പിന്നീട് കണ്ണൂരിൽ സാധ്യത ഉണ്ടായിരുന്നു. കണ്ണൂരിൽ കെ സുധാകരൻ തന്നെ വേണം എന്നുള്ളത് കണ്ണൂരിലെ കോൺഗ്രസിൻ്റെ പ്രവർത്തകരുടെ ഒരു വികാരം വരുന്നു. കെ സുധാകരനും അത്തരമൊരു വികാരത്തിനൊപ്പം ചേർന്ന് നിൽക്കുന്നു. പിന്നീട് വയനാട്ടിൽ മത്സരിക്കാൻ ഉറപ്പായി മത്സരിക്കാൻ താല്പര്യം രാഹുൽ ഗാന്ധിയും അറിയിക്കുന്നു. അപ്പോൾ എവിടെയെങ്കിലും ഒരു മാറ്റം വരുത്താതെ ആലപ്പുഴയിൽ കെ സി വേണുഗോപാലിനും വയനാട്ടിൽ രാഹുൽ ഗാന്ധിക്കും കണ്ണൂരിൽ കെ സുധാകരനും മത്സരിക്കണമെങ്കിൽ ഏതെങ്കിലും ഒരു സിറ്റിംഗ് എം പിയെ മാറ്റാതെ അവിടെ ഒരു മുസ്ലിം കാൻഡിഡേറ്റിന് അവസരം കൊടുക്കാതെ കേരളത്തിൽ കോൺഗ്രസിനെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കാൻ കഴിയുമായിരുന്നില്ല. മറ്റ് പട്ടികയിലൊക്കെ ഈ 4 സീറ്റ് ഒഴിച്ച് ബാക്കി എല്ലാ സ്ഥലത്തും നേരത്തെ തന്നെ തീരുമാനമായതായിരുന്നു. പിന്നീട് അങ്ങനെ ഒരു തീരുമാനം വരുന്നതിൻ്റെ ഫലമായിട്ടാണ് ഒരു മുസ്ലിം കാൻഡിഡേറ്റിനെ ഉൾപ്പെടുത്തുക എന്ന ലക്ഷ്യത്തിൽ കൂടി അവിടേക്ക് വടകരയിലേക്ക് നേരത്തെ ഡാൻ പറഞ്ഞതുപോലെ. ഒരു പക്ഷേ നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ ചർച്ച ചെയ്തൊരു കാര്യമാണ്, കെ സുധാകരൻ മത്സരിക്കാൻ താല്പര്യമില്ല എന്ന കാര്യം പലതവണ അദ്ദേഹം ഹൈക്കമാൻഡ് നേതൃത്വത്തെ അറിയിച്ചു. അതുമായി ബന്ധപ്പെട്ട് അങ്ങനെയാണെങ്കിൽ കണ്ണൂരായിരുന്നു പിന്നീട് ഈ മുസ്ലിം ന്യൂനപക്ഷത്തിൽ നിന്നുള്ള ഒരാളെ സ്ഥാനാർത്ഥിയായി കൊണ്ടുവരാനുള്ള സാധ്യത നിലനിന്നിരുന്നത്. അവിടെ പ്രധാനമായി ടി സിദ്ദിഖിൻ്റെയും വി പി അബ്ദുൾ റഷീദിൻ്റെയും ഒക്കെ പേരുകൾ ഉയർന്നു കേൾക്കുകയും ചെയ്തിരുന്നു. പക്ഷേ അവസാന വട്ടം നടന്ന ചില ചർച്ചകളിൽ ടി സിദ്ദിഖ് വ്യക്തിപരമായി വിയോജിപ്പ് അറിയിച്ചു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പിന്നീട് നടന്ന ചർച്ചകളിൽ വി പി അബ്ദുൾ റഷീദിൻ്റെ പേരായിരുന്നു ഹൈക്കമാൻഡിന് മുമ്പിലുണ്ടായിരുന്നത്. പക്ഷേ വി പി അബ്ദുൾ റഷീദിനെ മത്സരിപ്പിക്കുന്നതിനോട് കെ സുധാകരന് കൃത്യമായ ഒരു തീരുമാനത്തിലെത്താൻ കഴിയാതിരുന്ന സാഹചര്യം ഉണ്ടായ പശ്ചാത്തലത്തിലാണ് ആ പേരൊടുവിൽ സുധാകരനിലേക്ക് തന്നെ എത്തിയത്. പിന്നീട് ഇങ്ങനെയൊരു മാറ്റം അത് കൃത്യമായി നടപ്പിലാക്കാൻ കഴിയുന്ന 2 മണ്ഡലങ്ങളായിരുന്നു. അതിലൊന്ന് ആലപ്പുഴ, പിന്നീട് ഇന്നലെ ഉണ്ടായ അപ്രതീക്ഷിത രാഷ്ട്രീയ സാഹചര്യങ്ങൾക്ക് പിന്നാലെ വടകര. ആ 2 മണ്ഡലങ്ങൾ കൃത്യമായി പരിഗണിച്ചതിന് ശേഷമാണ് ആലപ്പുഴയിൽ കെ സി വേണുഗോപാൽ തന്നെ മത്സരിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ വടകരയിൽ മുസ്ലിം ന്യൂനപക്ഷത്തിൽ നിന്നുള്ള ഒരാളെ സ്ഥാനാർത്ഥിയാക്കി നിർത്താമെന്ന തീരുമാനത്തിലേക്ക് കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വം എത്തിയത് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഈ ഒരു തെരഞ്ഞെടുപ്പിൽ നിരവധി, അതായത് മുൻപും സമാനമായ തരത്തിലുള്ള ചർച്ചകളൊക്കെ ഒരുപാട് നടന്നിട്ടുണ്ട്. ആരൊക്കെ തമ്മിലാണ് കേരളത്തിലെ പോരാട്ടമെന്ന്. ഇവിടെ രാഹുൽ ഗാന്ധിയെ വയനാട്ടിൽ മത്സരിപ്പിക്കാനുള്ള നീക്കത്തിലൂടെ CPM-ഉം കോൺഗ്രസും തമ്മിൽ ഒത്തുകളിക്കുകയാണ് എന്ന BJP-യുടെ പ്രചാരണത്തിന് തടയിടാൻ കോൺഗ്രസിന് കഴിയും. അതോടൊപ്പം തന്നെ രാഹുൽ ഗാന്ധിയെ മത്സരിപ്പിക്കുന്നു എന്നതിന് അപ്പുറത്തേക്ക് തൃശ്ശൂരിലേക്ക് കെ മുരളീധരനെ ഇറക്കിയതിലൂടെ BJP-യും കോൺഗ്രസും തമ്മിൽ ഒത്തുകളിയുണ്ടെന്ന് CPM നേരത്തെ നടത്തിയിരുന്ന ആക്ഷേപങ്ങളുടെ മുറിയടിക്കുന്ന തരത്തിലേക്ക് ഇന്നലത്തെ ഈ അപ്രതീക്ഷിതമായ നീക്കം കോൺഗ്രസിനെ കൊണ്ടുചെന്ന് എത്തിച്ചിട്ടുണ്ട്. ഇനി അതിന്റെ പ്രചാരണം എങ്ങനെയായിരിക്കും എന്നതാണ്. അത് ഡാൻ പറഞ്ഞത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം തന്നെയാണ്. നിർണായക ഘട്ടത്തിലൊക്കെ നിയമത്തായാലും ആ സമയത്ത് വന്നപ്പോൾ കെ മുരളീധരനെ പോലെ ഒരാളെയാണ് കോൺഗ്രസ് അവതരിപ്പിച്ചത്. ഒരു പക്ഷേ അവിടെ BJP-യുടെ അക്കൗണ്ട് പൂട്ടിക്കാനും കെ മുരളീധരൻ്റെ സ്ഥാനാർത്ഥിത്വം ഏറ്റവും നിർണായകമായിരുന്നു. കോൺഗ്രസ് ആ തരത്തിലേക്ക് വോട്ട് പിടിക്കാനും ഒക്കെ കഴിഞ്ഞത് അവിടെ BJP-യുടെ ഒരു അക്കൗണ്ട് പൂട്ടാനൊക്കെ ഏറ്റവും നിർണായകമായതാണ്. അതിൻ്റെ ഒരു ദേഷ്യമടക്കം കൂടുതൽ നേരത്തെയൊക്കെ പലപ്പോഴും CPM ഉന്നയിക്കുന്ന ആരോണോ കെ മുരളീധരന് BJP-യുടെ അടക്കം വോട്ട് ലഭിക്കുമെന്നുള്ള തരത്തിലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ കഴിഞ്ഞ തവണ BJP-യുടെ ഒരു അക്കൗണ്ട് പൂട്ടിക്കുന്നതിൽ നിർണായകമായ ഇടപെടൽ ഉണ്ടായത്, അല്ലെങ്കിൽ മത്സരത്തിൽ സ്ഥാനാർത്ഥിയായി നിന്നത് കെ മുരളീധരനായിരുന്നു. അങ്ങനെ ആ കെ മുരളീധരനെ തന്നെ ഇതിപ്പോൾ യഥാർത്ഥത്തിൽ ഒരു സീറ്റിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള പ്രയാസത്തിൽ നിൽക്കുകയായിരുന്നു. ആ സമയത്താണ് പത്മജയുടെ കൃത്യമായ ഒരു BJP-യിലേക്കുള്ള പോക്ക് വന്നത്. എനിക്ക് തോന്നുന്നു അത് ഒരു പ്രധാന അവസരമായി കൊണ്ടുകൊണ്ട് തന്നെ ഈ പ്രശ്നങ്ങളെല്ലാം പത്മജയുടെ പോക്ക് കൊണ്ട് കോൺഗ്രസിന് വലിയ ഉപകാരം ഉണ്ടായി എന്ന മട്ടിലേക്കാണ് ഇന്ന് ആ തരത്തിലേക്ക് കോൺഗ്രസ് അത് മാറ്റിയെടുത്തു എന്ന് വേണം കരുതാൻ. പത്മജ പോയതുകൊണ്ട് തൃശ്ശൂർ തന്നെ പിടിക്കാൻ, അല്ലെങ്കിൽ സിറ്റിംഗ് MP ആയിരുന്ന TN പ്രതാപനെ മാറ്റാൻ, പ്രതാപൻ നേരത്തെ തന്നെ മാറാൻ സന്നദ്ധ അറിയിച്ച ഒരാൾ കൂടിയാണ്. അതുകൊണ്ട് തന്നെ നേരത്തെ ഒരാൾ തമാശയായി പറഞ്ഞത് സിനിമയ്ക്കകത്ത് കൊച്ചിൻ അനീഫ മടങ്ങിപ്പോകുന്നത് പോലെയാണ്, ദിലീപിനെ കൊടുത്തിട്ട് മടങ്ങിപ്പോകുന്നത് പോലെയാണ്, ചിരിച്ച് വിഷമിച്ചൊന്നുമല്ല പോകുന്നത്, സന്തോഷിച്ചാണ് പോകുന്നത്. അങ്ങനെയാണെങ്കിൽ പ്രതാപൻ എവിടെയായിരിക്കും അക്കോമഡേറ്റ് ചെയ്യപ്പെടുക എന്നൊരു ചോദ്യം കൂടെ ഉണ്ട്. അങ്ങനെ എന്താണ് പ്രതാപനെ സംബന്ധിച്ചിടത്തോളം നിയമസഭയിലേക്ക് മത്സരിക്കുക എന്നുള്ളത് തന്നെയാണ്. പ്രതാപന്
അങ്ങനെ ഒരു ഭരണം കിട്ടിയാൽ കേരളത്തിൽ ഉറപ്പായും മന്ത്രിസ്ഥാനം ഉറപ്പുള്ള ഒരു പക്ഷേ ഷാഫിയെ നിരാശനാക്കിയത് ഈ കാര്യം അത് തന്നെയായിരിക്കും ഉറപ്പാണ്. ടി സിദ്ദിഖിന്റെ പേര് നേരത്തെ തന്നെ ടി സിദ്ദിഖിന്റെ പേര് സീരിയസ് ആയി പരിഗണിച്ചിരുന്നതാണ്. ഹൈക്കമാൻഡ് അടക്കം ടി സിദ്ദിഖിനോട് സംസാരിച്ചിരുന്നതാണ്. അങ്ങനെ വയനാട്ടിലേക്ക് മാറേണ്ടി വന്നാൽ വയനാട് ഒരു സേഫ് സീറ്റിൽ മത്സരിക്കുന്നതിനടക്കം തടസ്സമുണ്ടോ, അല്ലെങ്കിൽ മറ്റ് കണ്ണൂരിലേക്ക് മത്സരിക്കുന്നതിനുണ്ടോ, കണ്ണൂരിൽ കെ സുധാകരൻ മാറിയാൽ അവിടെ ഒരു സ്ഥാനാർത്ഥി ഒരു മുസ്ലിം കാൻഡിഡേറ്റ് എന്തായാലും വരണം. അതേ സംബന്ധിച്ച് കേരളത്തിൽ ചെറുപ്പക്കാരുടെ നിലയിലുള്ള പ്രധാനപ്പെട്ട രണ്ടുപേർ ടി സിദ്ദിഖും ഷാഫി പറമ്പിലുമാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു ഷാഫി പറമ്പിൽ തനിക്ക് നേരെ ഇങ്ങനെ ഒരു അപകടം ഉണ്ടാവുമെന്ന്, അല്ലെങ്കിൽ ഇത്തരം ഒരു വലിയ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടി വരുമെന്ന് ഷാഫി പറമ്പിൽ ഒരു പക്ഷേ കരുതി കാണില്ല. പക്ഷേ അങ്ങനെ ഒരു തീരുമാനം ഹൈക്കമാൻഡ് ഭാഗത്തു നിന്നുണ്ടാകുമ്പോൾ സ്വാഭാവികമായും പിന്മാറാൻ കഴിയില്ല. കോൺഗ്രസിനെ സംബന്ധിച്ച് അവതരിപ്പിക്കാൻ കഴിയുന്നതിലും ഇങ്ങനെ ഒരു വെല്ലുവിളി ഉണ്ടാകുന്ന ഘട്ടത്തിൽ വെല്ലുവിളി ഏറ്റെടുക്കുക, മാറി നിൽക്കുക എന്നുള്ളതും കെ മുരളീധരൻ ഉണ്ടാകുന്ന ഒരു പ്രാധാന്യം അത് തന്നെയാണ്. തീർച്ചയായും. അല്ല, ഇനി ഒരു പ്രസക്തമാകാൻ പോകുന്ന ഒരു കാര്യം, KPCC അധ്യക്ഷ സ്ഥാനത്ത് തുടർന്നുകൊണ്ട് കെ സുധാകരൻ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരരംഗത്ത് നിൽക്കുമോ എന്നതാണ്. താൽക്കാലികമായിട്ടെങ്കിലും ചുമതല കൈമാറാനുള്ള സാധ്യതയുണ്ടോ? സ്വാഭാവികമായും ഡാൻ, എനിക്ക് തോന്നുന്നു കെ സുധാകരനെ സംബന്ധിച്ച് ഇതൊരു സേഫ് എക്സിറ്റ് കൂടിയാണോ എന്നുള്ളൊരു സംശയം കൂടി കോൺഗ്രസിൻ്റെ പല നേതാക്കളും പങ്കുവെക്കുന്നുണ്ട്. കെ സുധാകരൻ്റെ പ്രായം, അദ്ദേഹത്തിന് ഉണ്ടാകുന്ന ചില പ്രയാസങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ കെ സുധാകരനെ സംബന്ധിച്ച് ഇനിയിപ്പോൾ ഈ തെരഞ്ഞെടുപ്പിന് ശേഷം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ അദ്ദേഹം തന്നെ ആവണം. അദ്ദേഹത്തിൻ്റെ ആഗ്രഹം അങ്ങനെ തന്നെ തുടരണം, KPCC പ്രസിഡന്റായി തുടരണം. അത് വിട്ടുകൊണ്ട് ഒരു കളിയുമില്ല, അത് വിട്ടുകൊണ്ട് ഞാൻ മത്സരത്തിനില്ല എന്നുള്ള നിലപാടിലായിരുന്നു കെ സുധാകരൻ ആദ്യഘട്ടത്തിൽ തന്നെ നിന്നത്. അവിടെ കെ സുധാകരനെ കൊണ്ട് തന്നെ മുള്ള് എടുപ്പിക്കുകയായിരുന്നു യഥാർത്ഥത്തിൽ. അവിടെ കെ സുധാകരൻ വെച്ച പേര് കെ ജയന്തിൻ്റെ പേരാണ്. കെ ജയന്തിനെ അവിടെ അംഗീകരിക്കാൻ കഴിയില്ല. അവിടെ ഒരു മുസ്ലിം കാൻഡിഡേറ്റ് എന്തായാലും വരണം എന്നുള്ളത് വെച്ചുകൊണ്ട് അവിടെ VP അബ്ദുൾ റഷീദിൻ്റെ പേര് വെക്കുന്നു. പക്ഷേ VP അബ്ദുൾ റഷീദിൻ്റെ പേരിനോട് നേരത്തെ ഡാൻ പറഞ്ഞതുപോലെ കെ സുധാകരന് യോജിക്കാൻ കഴിയുന്നില്ല. കെ സുധാകരൻ യോജിക്കാൻ കഴിയാത്തപ്പോൾ അവിടെ ഉറപ്പാക്കാൻ സ്ഥാനാർത്ഥിയെ വേണമെന്ന് പറയുമ്പോൾ സുധാകരൻ സ്വാഭാവികമായും അവിടുത്തെ പ്രവർത്തകരുടെ വികാരം ഇപ്പോഴും സുധാകരൻ മത്സരിക്കണമെന്ന് തന്നെയാണ്. സുധാകരനെ മത്സരരംഗത്തേക്ക് വരാൻ നിർബന്ധിതനാകുന്നു. താൽക്കാലികമായ ചുമതല മറ്റാർക്കെങ്കിലും നൽകാൻ സാധ്യതയുണ്ട്. മിക്കവാറും ടി സിദ്ദിഖിനായിരിക്കും അങ്ങനെ ഒരു ചുമതല നൽകാൻ സാധ്യതയുണ്ട് എന്നതാണ്. പക്ഷേ അത് സംബന്ധിച്ചൊരു അന്തിമ തീരുമാനം ഇപ്പോഴും ആയിട്ടില്ല എന്ന് പറയുന്നു. അതിന് കെ സുധാകരൻ ഈ ചർച്ചകളൊക്കെ തീരുന്നതിന് മുമ്പ് തന്നെ അവിടെ നിന്ന് ഇറങ്ങിയിരുന്നു. അതുകൊണ്ട് അത്തരം ഒരു തീരുമാനം എന്തായാലും ഇന്നോ നാളെയോ 2 ദിവസങ്ങളിൽ തന്നെ ഉണ്ടാവും. അതോടൊപ്പം തന്നെ ഈ പ്രചരണ കമ്മിറ്റിയുടെ കൺവീനർ ആയി രമേശ് ചെന്നിത്തലയുടെ പേരാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്.